കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് ഇപ്പോഴും നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്ന പോലെ ഭയവും നിരാശയും അതിഭയങ്കരമായ വീർപ്പുമുട്ടലുകളും കടന്നു വരാറുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. എന്നാൽ നാം ഓർക്കണം, ഇവയൊന്നും നമ്മുടെ ജീവിതത്തിലെ അവസാനങ്ങളല്ല. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവരാണ് നമ്മിൽ പലരും. ദൈവത്തിനെതിരെ പാപം ചെയ്ത വ്യക്തികളായിരിക്കാം നമ്മൾ. എന്നാൽ പാപമോചനം നൽകുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് നാം തിരികെ വന്നാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ, ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങളും ദുഷ്പ്രവൃത്തികളും ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. കാരണം വചനം പറയുന്നു, പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. സ്നേഹമുള്ളവരെ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ നാം വിനിയോഗിക്കണം. അപ്പോൾ നമുക്കായി നന്മയുടെ വാതിലുകൾ ദൈവം തുറന്നു തരും. അനുഗ്രഹത്തിന്റെ പെരുമഴ നമുക്കായി അവിടുന്ന് വർഷിക്കും. 1 കൊരിന്തോസ് 2-ാം അധ്യായം 9-ാം തിരുവചനം വ്യക്തമാക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടി നമുക്ക് കടന്നു ചെല്ലാം. കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് എന്നെയും ഓർക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ കുടുംബത്തിലും എന്നിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് കടന്നു വരട്ടെ. സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായ അങ്ങയുടെ സന്നിധിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ഇതാ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണം. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായിരിക്കണം. ഞങ്ങളിതാ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശു, എന്നിലെ നല്ല കാര്യസ്ഥ
നൽവഴി കാട്ടിയേ പിരിയാ ബന്ധമേ മാറാ സ്നേഹമേ നീ മതി എന്നുമേ യേശുവേ പിരിയാ ബന്ധമേ മാറാ സ്നേഹമേ നീ മതി എന്നുമേ നീ മതി എന്നുമേ നീ മതി എന്നുമേ യേശുവേ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും അവിടുന്ന് ചൊരിയണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകലരെയും അവിടുന്ന് കാണണമേ. ഹൃദയവേദകൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. നിരാശകളെ മാറ്റി പ്രത്യാശ നൽകണമേ. കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ കവിഞ്ഞൊഴുകണേ ഈ നൽവേളയിൽ അങ്ങിൽ നിറയുവാൻ ആശയേറിയിടുന്നേ മരുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേടുന്നിതാ ആവലാ മരുവിൽ നീരു തേടും വേഴാമ്പൽ പോലെ ഞാനും കേഴുന്നിതാ ആവലാ യേശു കേഴുന്നിതാ ആവലാ കേഴുന്നിതാ ആവലാ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ പിരിയാതെ വിട്ടു പിരിയാതെ അകലാതെ ദൂരെ മാറാതെ പിരിയാതെ വിട്ടു പിരിയാതെ അകലാതെ ദൂരെ മാറാതെ അരികിലായി എന്തരികിലായി അറിയുന്നു നിൻ സാന്നിധ്യം നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ നിൻ സന്നിധി മതി യേശുവേ നിൻ സാന്നിധ്യം മതി എന്നുമേ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരികയും നാം ഏവരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.